പ്രണയിനി ഭാഗം 5. മോളെ ആരു. അപ്പു ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആരുവിൻ്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് വിളിച്ചപ്പോൾ ഒരു കുറുകലോടെ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അപ്പോൾ കൺമുന്നിൽ ചിരിയോടെ ഇരിക്കുന്ന തൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ അവൾ വേഗം എഴുന്നേറ്റ് അപ്പുവിനെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, അത് പിന്നെ ഇന്ന്. അവൾക്ക് അവനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. അതറിഞ്ഞ പോലെ അപ്പു ആരുവിനെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഏട്ടനോട് എല്ലാം കീർത്തി പറഞ്ഞു മോളെ. ഏട്ടൻ്റെ കുട്ടി പേടിക്കേണ്ട കേട്ടോ. ഏട്ടനില്ലേ എൻ്റെ മോളുടെ കൂടെ. നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോയി എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പു അത് പറഞ്ഞപ്പോൾ തന്നെ ആരുവിൻ്റെ ഹൃദയമിടിപ്പൊന്ന് ഉയർന്നിരുന്നു. നാളെയും അവനെ കാണേണ്ടി വരുമല്ലോ എന്ന ചിന്ത അവളെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു. വേണ്ട ഏട്ടാ, അവിടെ പോകേണ്ട. എനിക്ക് പേടിയാണ്. അയാൾ വേണ്ട ഏട്ടാ. വിറച്ചുകൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ പോകാതെ നിൽക്കാൻ അപ്പുവിൻ്റെ മനസ്സ് പറയുന്നുണ്ട് എങ്കിലും കുറച്ചു മുന്നേ നാളെ എന്തായാലും ആരുവിനെയും കൂട്ടി അവിടെ ചെല്ലണമെന്ന സാമുവൽ സാറിൻ്റെ മെസ്സേജ് ഓർത്തപ്പോൾ അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോരം പതുങ്ങിയിരിക്കുന്നവളെ ഒന്ന് നോക്കി. ശേഷം അവളെ പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ആ കുഞ്ഞു മുഖം കയ്യിലെടുത്തു. ദേ, ഏട്ടൻ്റെ കുഞ്ഞെ ഇങ്ങ് നോക്കിയേ. നാളെ മോൾ തനിച്ചല്ല പോണത്. ഏട്ടനും കൂടെ ഇല്ലേ. എൻ്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും ഈ പൂച്ചപ്പെണ്ണിനെ തൊടാൻ ഈ ഏട്ടൻ സമ്മതിക്കുമോ? അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഏതോ ലോകത്തെന്ന പോലെ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് ആരു വീണ്ടും അവൻ്റെ നെഞ്ചിൽ പതുങ്ങിയിരുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും കീർത്തു വന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചതും ആരുവിനെയും കീർത്തുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പു ഹാളിലേക്ക് നടന്നു. അവർ ഇരുവരുമായിരുന്നു അവൻ്റെ ലോകം തന്നെ. അവരിൽ ആർക്ക് വേദനിച്ചാലും അതവന് സഹിക്കാൻ പോലും ആവില്ലായിരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അപ്പുവും കീർത്തവും റെഡിയായി ഹാളിൽ ആരുവിനെയും കാത്തിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ടും പേടിയോടെ ഇരിക്കുന്നവളെ ഓരോന്നും പറഞ്ഞ് ഓക്കെ ആക്കി എടുക്കുകയായിരുന്നു ഇരുവരും. കുറച്ചു നേരത്തിന് ശേഷം ഒരു ബ്ലൂ കളർ പ്ലെയിൻ സാരി ഉടുത്ത് പതിയെ ആരു അവിടേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ അപ്പുവും കീർത്തവും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവൾക്ക് ഇരുവശവുമായി ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു നടന്നു. ഇതേ സമയം അതിശക്തമായ തലവേദനയോടെ എഴുന്നേറ്റ് വേഗം പോയി ഫ്രഷായി താഴേക്ക് ചെന്ന എഡ്വി അവനെ കാത്തെന്ന വണ്ണം സോഫയിലിരിക്കുന്ന സാമുവലിനെയും അദ്ദേഹത്തിൻ്റെ അരികിൽ തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്ന മോളിയെയും കണ്ട് ഒരു നിമിഷം നിന്നുപോയി. ആഹാ, ഇതാരാ വന്നേക്കുന്നേ? മോളി, നീ വേഗം അവന് ഭക്ഷണം എടുത്ത് കൊടുക്കൂ. ഇന്നലെ ഒന്നും കഴിക്കാത്തതല്ലേ. എന്നിട്ട് വേണം നമുക്കൊന്ന് കമ്പനിയിൽ വരെ പോകാൻ. പരിഹാസത്തോടെയുള്ള സാമുവലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഇന്നലെ താൻ കാര്യമായ എന്തോ നടത്തിയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ തലയുയർത്തി അവരെ നോക്കുക പോലും ചെയ്യാതെ വേഗത്തിൽ അവൻ ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വാ പോകാം. ഭക്ഷണം കഴിച്ച ശേഷം പതിയെ അമ്മച്ചിയോട് കാര്യം തിരക്കാമെന്ന് കരുതി അവൻ മോളിക്ക് നേരെ പോകുമ്പോഴേക്കും പിറകിൽ നിന്ന് സാമുവൽ വിളിച്ചിരുന്നു. അത് കണ്ടപ്പോൾ അവൻ പല്ല് കടിച്ചുകൊണ്ട് അയാൾക്കൊപ്പം നടന്നു നീങ്ങി. ഇതേ സമയം ASJ കമ്പനിയുടെ മുന്നിൽ വന്നിറങ്ങിയപ്പോൾ തൊട്ട് 4 ഭാഗത്തേക്കും മിഴികൾ പായിച്ചുകൊണ്ട് പേടിയോടെ കീർത്തുവിനെ ചുറ്റിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു ആരു. അവളുടെ പേടി മനസ്സിലാക്കി കീർത്തു അവൾക്കൊപ്പം തന്നെ നടന്നു, അപ്പു മുന്നിലും. അങ്ങനെ അവർ അകത്ത് കയറി സാറിനെ അന്വേഷിച്ചപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ 3 പേരും കൂടി അവിടെയുള്ള ചെയറിൽ പോയിരുന്നു. ആരു, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ പെണ്ണേ. നോക്കിയേ, എന്തുണ്ടെങ്കിലും അപ്പുവേട്ടൻ നോക്കിക്കോളും. കീർത്തു അത് പറഞ്ഞപ്പോൾ ആരു അതിനെ ചെറുതായി ഒന്ന് തലയാട്ടി ചിരിച്ചു കാണിച്ചു. അത് കണ്ടപ്പോൾ അവൾക്കരികിലിരുന്ന അർണവിനും അതൊരാശ്വാസമായിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ സാമുവലിൻ്റെ കാർ അവിടേക്ക് വന്നത് കണ്ട അപ്പു വേഗം എഴുന്നേറ്റതും കൂടെ കീർത്തുവും അവളുടെ കയ്യിൽ പിടിച്ച് ആരുവും എഴുന്നേറ്റു. കാറിൽ നിന്നും ഗൗരവത്തോടെ ഇറങ്ങി വരുന്ന സാമുവലിൻ്റെ പിറകിൽ അലസമായി നടന്നു വരുന്ന എഡ്വിയെ കണ്ടതും ആരുവിൻ്റെ മനസ്സിൽ ഇന്നലെ ആ ബലിഷ്ഠമായ നെഞ്ചിലേക്ക് തന്നെ പൊതിഞ്ഞു പിടിച്ചതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവരെ നോക്കാതെ തല താഴ്ത്തി നിന്നു. ഗുഡ് മോർണിംഗ് സാർ, അപ്പു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞപ്പോഴായിരുന്നു സാമുവൽ അവരെ ശ്രദ്ധിക്കുന്നത്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ കുറേ നേരമായോ വന്നിട്ട്? അവരെ കണ്ട അദ്ദേഹം പുഞ്ചിരിയോടെ ചോദിച്ചു. എന്നാൽ ആ സമയം അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തലയിൽ കൈവച്ചുകൊണ്ട് എഡ്വി ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയിരുന്നു. ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ സാർ. വരൂ. വാ മോളെ. അപ്പുവിനെ നോക്കി അതും പറഞ്ഞ് അവൻ്റെ പിന്നിൽ പേടിച്ച് തലയും താഴ്ത്തി നിൽക്കുന്ന ആരുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൾ പതിയെ തല ഉയർത്തി അയാളെ നോക്കി. അപ്പോഴേക്കും കീർത്തു അവളെയും പിടിച്ചു വലിച്ച് അവർക്കൊപ്പം നടന്നു തുടങ്ങിയിരുന്നു.
അങ്ങനെ അവർ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ റൂമിലെ ഒരു സൈഡിലെ സോഫയിൽ ഇരിക്കുകയായിരുന്ന എഡ്വി അവർ 3 പേരും വന്നത് കണ്ട് കാര്യമറിയാതെ എഴുന്നേറ്റ് അവരെ നോക്കി, പിന്നെ ഡാഡിയെയും. എന്നാൽ അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കണ്ടിട്ട് പോലും അത് ശ്രദ്ധിക്കാതെ സാമുവൽ ചെയറിൽ പോയി ഇരുന്നു. ശേഷം അവരെ 4 പേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെയുള്ള കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അതിൽ ഇന്നലെ നടന്ന വീഡിയോ ഓണാക്കി. അപ്പോൾ അതുവരെയും ഒന്നും മനസ്സിലാകാതെ നിന്ന എഡ്വി ആ വീഡിയോ കണ്ട് വായിൽ കൈപൊത്തിക്കൊണ്ട് അതിലേക്ക് ഉറ്റുനോക്കി. ഇതേസമയം ആരു ഒരിക്കൽ മാത്രമേ ആ വീഡിയോയിൽ നോക്കിയിരുന്നുള്ളൂ. അപ്പോഴേക്കും അവളുടെ മനസ്സിൽ ഇന്നലെ നടന്നതൊക്കെ ഒരു ചിത്രം കണക്കെ ഓടി വന്നതും കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് അവൾ തല താഴ്ത്തി. അപ്പുവും കീർത്തവുമാണേൽ അതിൽ നടക്കുന്നതൊക്കെ കണ്ട് ഒരിക്കൽ ആരുവിനെ നോക്കും, പിന്നെ എഡ്വിയെയും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പാവങ്ങൾ. ഇന്നലെ നടന്ന കാര്യത്തിൽ നിനക്കെന്താ പറയാനുള്ളത് എഡ്വി? എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗരവത്തോടെ അദ്ദേഹം ചോദിച്ചതും എഡ്വിയുടെ മിഴികൾ ഒരു വേള അപ്പുവിന് പിറകിൽ വിറച്ചു നിൽക്കുന്ന ആരുവിലേക്ക് പോയി. അത് ഡാഡി, ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിരുന്നു. അപ്പോഴാണ് ഇവൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരിതിൽ സംഭവിച്ചു പോയതാണ്. സോറി, തല താഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. സോറി എന്നോടല്ല പറയേണ്ടത്, ദേ ആരാധ്യയോടാണ്. പോയി സോറി പറയ്. തെറ്റ് ചെയ്താൽ അത് ആരായാലും ചെറിയവൻ വലിയവൻ എന്ന് നോക്കാതെ സോറി പറഞ്ഞിരിക്കണം. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ എഡ്വി ആ സോഫയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ആരു കീർത്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. വേണ്ട, സോറി ഒന്നും പറയണ്ട സാർ. എഡ്വിയുടെ കാലുകൾ തനിക്ക് നേരെ നീങ്ങി തുടങ്ങുന്നതറിഞ്ഞ ആരു എങ്ങനെയൊക്കെയോ തല ഉയർത്തി സാമുവലിനെ നോക്കി പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അപ്പുവിനെ മറികടന്നുകൊണ്ട് എഡ്വി അവൾക്ക് മുന്നിലായി വന്നു നിന്നിരുന്നു. അപ്പോഴേക്കും അവളുടെ അടുത്ത് നിന്നും കീർത്തു അപ്പുവിൻ്റെ അരികത്തായി നീങ്ങി നിന്നിരുന്നു. ഒരു നിമിഷം എഡ്വിയുടെ മിഴികൾ അവളിലാകെ നീങ്ങി നടന്നു. ഭയം കൊണ്ടോ വെപ്രാളം കൊണ്ടോ മിഴികൾ പിടയ്ക്കുകയും മുഖം ആകെ വിയർപ്പ് പൊടിയുകയും ചെയ്തിട്ടുണ്ട്. ഐ ആം സോറി ആരാധ്യ, ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു കുറ്റബോധത്തോടെ അവൻ അത് പറഞ്ഞപ്പോൾ ആരു അവനെ ഒന്ന് നോക്കി. അത് സാരമില്ല സാർ. അന്ന് ആദ്യമായി വിക്കലൊന്നും കൂടാതെ എഡ്വിയുടെ കണ്ണിൽ നോക്കി സംസാരിച്ച ആരുവിനെ കണ്ട കീർത്തവും അപ്പുവും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അവർക്കും അത് അതിശയമുള്ള ഒരു കാര്യമായിരുന്നു. മോളെ, ഇന്നലെ നടന്നതുപോലെ ഇനി ഒരിക്കലും ഇവനിൽ നിന്നും ഉണ്ടാവില്ല. ആ സ്ഥിതിക്ക് മോൾക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ അവളെ നോക്കിക്കൊണ്ട് സാമുവൽ ചോദിച്ചു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അവളെ വളരെ അധികം ഇഷ്ടമായിരുന്നു. അതിന് കാരണം തന്നെ അവളുടെ നിഷ്കളങ്കതയായിരുന്നു. ഇതേസമയം അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആരു അപ്പുവിനെ ഒന്ന് നോക്കി. ശേഷം സാമുവലിനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. ഞാനിവിടെ ജോലി ചെയ്തോളാം. ആരു അത് പറഞ്ഞപ്പോൾ അവർ 3 പേർക്കും ഒരുപാട് സന്തോഷമായി. താങ്ക് യു മോളെ. പിന്നെ ഇന്ന് ഉച്ചവരെ മോൾ ഇവിടെ നിന്നു. അത്യാവശ്യം ഒന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ. നാളെ രാവിലെ മുതൽ ജോലി തുടങ്ങാം. എന്ത് പറയുന്നു അർണവ്? ആദ്യം ആരുവിനെ നോക്കി പറഞ്ഞ് പിന്നീട് അർണവിന് നേരെ തിരിഞ്ഞുകൊണ്ട് സാമുവൽ ചോദിച്ചു. അങ്ങനെ ആവട്ടെ സാർ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഓക്കെ, വരൂ. ഞാനിപ്പോൾ വരാം. മോളിവിടെ ഇരിക്കേ. സാമുവൽ അതും പറഞ്ഞ് അപ്പുവിനെയും കീർത്തുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. പോണ പോക്കിൽ അപ്പു അവളുടെ നെറുകയിലൊന്ന് ചുംബിക്കുകയും കീർത്തു അവളെ കെട്ടിപ്പിടിച്ച് ഓൾ ദി ബെസ്റ്റ് പറയുകയും ചെയ്തു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അത്രയും നേരം ഒന്നും മിണ്ടാതെയും പോകാതെയും നിന്ന എഡ്വി ഒരു കള്ളച്ചിരിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം പോയി ഡോർ ക്ലോസ് ചെയ്തു. എൻ്റെ മഹാദേവ, അവൻ ക്ലോസ് ചെയ്തത് കണ്ട ആരു പേടിയോടെ പറഞ്ഞുപോയി. ആ സമയം അവളുടെ ഭാവങ്ങൾ ഓരോന്നും ഒരു കുസൃതി ചിരിയാലെ ഒപ്പിയെടുത്തു കൊണ്ടവൻ അവൾക്കരികിലേക്ക് നടന്നു. ഒടുക്കം അവൾക്കരികിൽ എത്തിയപ്പോൾ അവൻ പതിയെ കുനിഞ്ഞു വന്ന് ആരുവിൻ്റെ ചെവിക്കരികിൽ ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ബൊമ്മക്കുട്ടി. അപ്പോൾ അവൻ വിളിച്ചത് കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ച ആരു അവനെ തലയുയർത്തി നോക്കുമ്പോഴേക്കും എഡ്വി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിൽ തൻ്റെ അധരം അമർത്തി വെച്ചിരുന്നു. എന്നാൽ ഇതേ സമയം ശില്പയുടെ നിർബന്ധം കാരണം ബാംഗ്ലൂരിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു നന്ദൻ. അതിനായിരുന്നു അവൻ ഇന്നലെ കീർത്തുവിനെ വിളിച്ചത്.